guys. Welcome back to my YouTube channel. Yeah, welcome back to my YouTube channel. How are you? I'm fine. പ്രൊജക്റ്റിൻ്റെ സംഭവം ആയതുകൊണ്ട് നമ്മളിങ്ങനെ അരഞ്ഞിട്ട് നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡിസംബറിൽ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. അപ്പം 2021 ഡിസംബർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഓഫ്ലൈനൊന്നും ഞാൻ കയറിയില്ലായിരുന്നു ഗൈസ്. ഞാൻ ഓഫ്ലൈൻ അല്ല ഓൺലൈൻ. ഞാൻ ഓൺലൈൻ ക്ലാസ്സിൽ വന്നു. നീ ഓഫ്ലൈൻ ക്ലാസ്സിൽ വന്നു, ഓൺലൈൻ ക്ലാസ്സിൽ കയറിയിട്ടോ? ഓൺലൈൻ ക്ലാസ്സിൽ അങ്ങനെ ഞാൻ ഉണ്ടായിരുന്നില്ല ഗൈസ്. ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സിൽ വന്നു. ഓക്കെ, ഫസ്റ്റ് ഡേ ഇത് സംഭവം ഫസ്റ്റ് ഡേ വരുമ്പോൾ നമുക്കറിയില്ല. എന്നോട് പറഞ്ഞത് ആകെ ഒരു ഗേൾ ഉണ്ട്, അവളോട് പറഞ്ഞത് ആകെ ഒരു ഗേൾ ഉണ്ട്. ക്ലാസ്സിലേക്ക് എത്തിയ ശേഷമാണ് രണ്ട് ഗേളിനെ കാണുന്നത്. നമ്മൾ കഥ പറയാം. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിലെത്തി. എൻ്റെ അനിയനുണ്ടായിരുന്നു ജിത്തു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ക്ലാസ്സിലോട്ട് എത്തി. ഞാൻ അവൻ്റെ പുറകിൽ എന്നെ പേടിച്ച് നടക്കായിരുന്നു. കാരണം എനിക്കറിയില്ല ഇവിടെ അറ്റ്മോസ്ഫിയർ കഴിഞ്ഞ് ജിത്തു ക്ലാസ്സിൽ കയറി അകത്ത് കയറി. അപ്പോൾ എത്ര 60 ബോയ്സ് എന്തെങ്കിലും ഉണ്ടായിരുന്നില്ലേ? ഫസ്റ്റ് കുറേ പേരുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ കയറി അകത്തോട്ട് കയറിപ്പോൾ എന്താ പറയുക, ഈ ഞാൻ പറയാം എന്താ സ്പേസിൽ നിന്ന് ചാടി വന്ന ഏലിയനെ പോലെ ആയിരുന്നു ഞാൻ ക്ലാസ്സിലോട്ട് കയറിയപ്പോൾ. ഒന്നുമില്ല, എന്താ ഒരു മുട്ടു സൂചി വീണാണെങ്കിലും ഭയങ്കര പക്കാ സൈക്കിളുണ്ടായിരുന്നു. ഞാനിങ്ങനെ നടക്കുന്നു, ക്ലാസ്സിലോട്ട് കയറുന്നു, എല്ലാവരും ഇങ്ങനെ നോക്കിക്കുന്നു. എനിക്കാണെങ്കിൽ എക്കോട്ടെങ്കിലും ഇറങ്ങി ഓടാനുള്ളൊരു കുന്തുണ്ട് തോന്നല്. എന്നിട്ട് ഞാൻ അവിടെ സെക്കൻഡ് ബെഞ്ചിൽ ഫസ്റ്റ് ബെഞ്ചിൽ പൊടിയായിരുന്നു. അപ്പോൾ സെക്കൻഡ് ബെഞ്ചിൽ ഞാൻ കയറിയിരുന്നു, ജിത്തുവിൻ്റെ സൈഡിൽ കയറിയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ, അല്ല ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ജയ്ദീപ് സാർ വന്നിട്ട് ഇങ്ങനെ ഓരോ കഥയൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ 4 ആൺപിള്ളേർ ഇരുന്നുണ്ടായിരുന്നു. ഞാൻ കണ്ട 4 ആൺപിള്ളേർ ഇരുന്നുണ്ടായിരുന്നു. ഒരു തോട്ടി, 2 ചെറുത്, ഇങ്ങനെ പുഷ്ടിപ്പെട്ടൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഏറ്റവും പുറകില്, അതായത് തോട്ടിയുടെ ഏറ്റവും പുറകില് ഒരു തട്ടം ഇത്ര ഭാഗം കാണുന്നില്ല, അത്ര ഭാഗം ഇങ്ങനെ തലയിട്ട് ഇങ്ങനെ പൊക്കുന്നുണ്ട്. ഞാൻ എന്നോട് ജിത്തു പറഞ്ഞായിരുന്നു, എനിക്ക് തോന്നുന്നു ഓൺലൈനിലൊരു DP കണ്ടായിരുന്നു, ഒരു തട്ടം ഇട്ടൊരു പെണ്ണിന്റെ. എനിക്ക് തോന്നുന്നു ചിലപ്പോ ഒരു ഗേളും കൂടെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു ഒരു ഗേൾ തന്നെയുള്ള, നീ മാത്രമല്ല വേറെ ആരുമില്ല ഈ സ്പോട്ടിൽ. എന്നോട് പറഞ്ഞത് അവന് ഡൗട്ട് ഉണ്ട്, ചിലപ്പോൾ DP അല്ലേ മാറ്റിയിടാലോ. അപ്പൊ അങ്ങനെ വിചാരിച്ചു. എന്നിട്ട് ഞാൻ ഇങ്ങനെ എൻട്രൻസിലെത്തി, ഒരു തട്ടം ഇങ്ങനെ സ്പ്രിങ് വെച്ചാൽ ഇങ്ങനെ എത്തിയല്ലേ ചാടുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോ ഇങ്ങനെ എത്താൻ എന്നെ നോക്കുന്നുണ്ട്. അപ്പൊ ഞാനിതൊന്നും വിശ്വസിക്കുന്നില്ല. ഗേളില്ലാന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണിനെ കാണുമ്പോയില്ല ഭയങ്കര സന്തോഷം. ഞാൻ കയറുമ്പോ ഫുള്ളിങ്ങനെ എല്ലാം ഫുൾ ബോയ്സ്, എൻ്റെ അടുക്ക് ഒരു പെണ്ണ്, സന്തോഷം. മരുഭൂമിയുടെ മഴ പെയ്തു. അപ്പോൾ ഞാൻ സെക്കൻഡ് ബെഞ്ചിലിരിക്കുക. ഞാൻ സെക്കൻഡ് ബെഞ്ച് സൈഡിലിരിക്കുന്നു, മറുവ കയറിയിരുന്നു. അപ്പൊ നമ്മള് സീറ്റ് ഉണ്ടായിട്ടാ, ഞാനൊന്നും ഓർക്കുന്നില്ല. ഞാൻ എവിടേക്കോ ഞാൻ ഫ്രണ്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ടുണ്ട്. അപ്പൊ ആൾക്കാർ കൂടിക്കൊണ്ട് വന്നു, ഹോസ്റ്റലേഴ്സിലും വന്നു. അങ്ങനെ ജയ്ദീപ് സാർ നിന്നെ പിടിച്ചിട്ട് ഫ്രണ്ടിൽ ഇത് കേക്ക് ഞാൻ പറയട്ടെ. അപ്പോൾ നമ്മൾ മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നോണ്ട് ഫേസ് ഒന്നും അങ്ങനെ അറിയില്ലായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് ഇതിനെ കണ്ടിട്ട് മനസ്സിലാകില്ല. ഹീലിട്ടിടും തട്ട് വിട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഹീലും ഉണ്ടായിരുന്നു. ടക നടന്നു വരുന്നു, ചിരിക്കുന്നു. അപ്പൊ ചിരിക്കുവാണോന്ന് അറിയത്തില്ല, മാസ്ക് ഇട്ടുകൊണ്ട് ചിരിക്കുവാണോന്നൊന്നും അറിയത്തില്ല. ജസ്റ്റ് കണ്ടിങ്ങനെ ആക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ചിരിച്ചു. എന്നിട്ട് അവിടെ കയറിയിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്നെ നോക്കി പുറകോട്ട് നോക്കി ചിരിച്ചിട്ട് മുമ്പിലോട്ട് വരാൻ പറഞ്ഞു. ഞാൻ 2-3 ചോദിച്ചു ഈ ക്ലാസ്സിലാന്ന്. എനിക്ക് മനസ്സിലാവട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഇവിടെ ഭാഷ മനസ്സിലാത്തതാണ്. ഞാനൊരു ഇവിടെ പോളി വന്നു കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ടാണ് ഇവളുടെ ഭാഷ പഠിക്കുന്നത് തന്നെ. ഇവളിങ്ങനെ ജബ 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 കല 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 എന്ന് പറഞ്ഞോണ്ട് ഞാൻ ഇത് മാത്രമേ എനിക്കറിയുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചോദിക്കുമ്പോൾ അതൊന്നാമത്തെ മാസ്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ചോദിക്കുമ്പോ എനിക്ക് മനസ്സിലാവട്ടെ. അപ്പൊ ഞാൻ ജസ്റ്റ് തലയാട്ടുള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലാവില്ല, ഇവൾക്ക് മനസ്സിലാവില്ല എന്താ സംഭവം നടക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഇടയിലുള്ള കോൺവെർസേഷൻ എന്ന് പറയുന്നത് കുറച്ചൊന്നുമില്ല, ഒട്ടുമില്ലായിരുന്നു. ചിരിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് തലയാട്ടുന്നു മാത്രം. പിന്നെ നീ ഫ്രണ്ടിൽ കയറി നമ്മള് വെള്ളം കുടിക്കും. അപ്പൊ കൊറേ ഇവിടെ തന്നെ വിളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇന്റർവൽ ടൈം ആക്കിയപ്പോ ഞാൻ ഫ്രണ്ടിലോട്ട് വന്നു തോന്നി. അപ്പോഴാണ് ആൾക്കാർ കൂടുമ്പോ നിന്നെ ഫ്രണ്ടിൽ സാറ് വന്നായിരുന്നു. സാർ നിങ്ങൾ വരുന്നതിന് മുമ്പ് സാറ് വന്നായിരുന്നു, ജയ്ദീപ് സാർ ക്ലാസ്സിൽ. എന്നിട്ട് നിങ്ങൾ മേ കമ്മിന്ന് പറഞ്ഞു കയറി. അങ്ങനെ എന്നിട്ട് സുനിൽ സാർ വന്നു. അതല്ല ലാസ്റ്റാ, മീൻസ് നിങ്ങളെല്ലാം വന്നിട്ട് എന്നിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവളുടെ അടുത്ത് വന്നിരുന്നു. പിന്നെ ലഞ്ച് ബ്രേക്ക് ടൈമില് അല്ല അതിന് മുമ്പ് ഇന്റർവെല്ലിന് വെള്ളം കുടിക്കുമ്പോൾ ഞാൻ മാസ്ക് മാറ്റിയിട്ട് ഇവിടെ എന്താ ചോദിച്ചു. അപ്പൊ ഞാൻ ഇവളുടെ മുഖത്തോട് തിരിഞ്ഞു. അപ്പൊ ഇവള് ആരാന്നുള്ള രീതിയിലല്ലേ നോക്കുക. കാരണം ഞാൻ മാസ്ക് ഇടുമ്പോ വേറെ ആള്, മാസ്ക് ഊരുമ്പോ വേറെ ആള്. ആ മാസ്ക് ഇട്ടാടെയല്ല മാസ്ക് ഊരുമ്പോ അങ്ങനെയാണ്.
അങ്ങനെ ഇപ്പൊ കണ്ടിട്ട് ഇതായില്ലേ 3 ഇല്ല കാണാൻ നമുക്ക്. എനിക്കൊന്നും തോന്നിയില്ല കേട്ടോ, കാര്യം പറഞ്ഞാൽ ഒന്നും തോന്നില്ല, എനിക്കപ്പോൾ ഒന്നും തോന്നില്ല. പിന്നെ എന്താ, പിന്നെ വെള്ളം കുടിച്ച് പിന്നെ ചോറ് കഴിക്കാൻ പോയി. പിന്നെ നമ്മൾ അങ്ങോട്ട് ഫസ്റ്റ് ഡേ ക്യാൻറ്റീൻ ഫുഡ് കഴിക്കാൻ പോയി. അന്ന് ക്ലാസ് ഒന്നും ഉണ്ടായിട്ടില്ല ഫസ്റ്റ് ഡേ. അപ്പോൾ ഒന്ന് നമുക്ക് ഓഡിറ്റോറിയത്തിൽ ചെറിയ പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു. പാട്ടുപാടി മറുവയോട് പാട്ട് പാടാൻ പറഞ്ഞു സോളമൻ സാറ്. എന്നിട്ട് മറുവ ഇല്ല സാറേ, എന്നിട്ട് എന്നോട് പാട്ടോട് പറഞ്ഞു ഞാൻ വലിയ കാര്യത്തിന് കൊണ്ട് ഇംഗ്ലീഷ് പാട്ട് പാടിയിട്ട് മൈക്കിന് കാർച്ചക്കാന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പിന്നെ എങ്ങാണ്ട് പോയപ്പോൾ ഓഡിറ്റോറിയത്തിൽ എങ്ങാണ്ട് പോയപ്പോൾ ഒരു ചെക്കൻ എന്നോട് പറഞ്ഞു മോളുടെ മൈക്കിന്റെ പ്രശ്നം എനിക്ക് മനസ്സിലാക്കാം. ആ ചെക്കൻ പോയി ഗൈസ്, ചെക്കൻ നാട് വിട്ടു പോയി. അതെനിക്കറിയില്ല. ഹോസ്റ്റലിലായിരുന്നു, നമ്മുടെ ക്ലാസ്സിലല്ല, മെക്കായിരുന്നു. അപ്പോൾ അവൻ പോയി, പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അതെ ഇവിടെ നടക്കില്ല അവിടെ സംസാരം കേട്ടിട്ട്. അപ്പൊ അങ്ങനെ എത്ര ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അങ്ങോട്ട് കാല് വെച്ച് ആരംഭിക്കുകയായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ. അപ്പം സെക്കൻഡ് ഇയർ. അപ്പം നമ്മൾ ഫസ്റ്റ് വ്ലോഗ് തുടങ്ങിയത് ഫിസിക്സിന്റെ പ്രാക്ടിക്കൽ എക്സാം ഫൈനൽ ഇയർ ലാബ് എക്സാമിന്റെ ടൈമിൽ ലാബ് വെച്ചായിരുന്നു. നമ്മൾ പെട്ടെന്ന് എല്ലാം ചടപട ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങനെ നമ്മള് ടീച്ചർ എന്നാ നടത്തിയിരുന്നു. ടീച്ചർക്ക് എന്താ നല്ല ടീച്ചറായിരുന്നു, നമുക്ക് നല്ല സപ്പോർട്ടുള്ള ടീച്ചറായിരുന്നു. പിന്നെ നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞുകൊണ്ട് നമ്മൾ വെറുതെ ഇരിക്കുന്നു. അപ്പൊ നമ്മൾ ചുമ്മാ ഫോൺ എടുത്ത് ഇങ്ങനെ ചറപറ ഞെക്കി. അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പം ഞാൻ വ്ലോഗ് എന്ന് പറഞ്ഞൊരു സംഭവം എനിക്ക് ഇവിടെ കോളേജിലോട്ട് തുടങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷെ എങ്ങനെ തുടങ്ങണമെന്ന് ഇത് ഒരു സംഭവം അറിയില്ലല്ലോ. ഒരു സാധനത്തിന് കൂടെ കിട്ടുകയാണെങ്കിൽ ഇതല്ലാന്ന് വിചാരിച്ച് ഞാനിങ്ങനെ വേർതിർക്കുമ്പോൾ പറയാം എനിക്ക് ചാനലുണ്ട്, എൻ്റെ ആ ചാനലുണ്ട്, എൻ്റെ ഈ ചാനലുണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എനിക്ക് ആദ്യം ഫസ്റ്റ് ലിങ്ക് അയച്ചു തന്നു. ഞാൻ ആദ്യം ലിങ്ക് കയറി നോക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ സബ്സ്ക്രൈബ് ആക്കാൻ മറന്നു ഈ കാര്യം പറഞ്ഞ. എന്നിട്ട് പിന്നെ ഞാൻ ഈ സാധനത്തോട് ചോദിച്ചിട്ട് ആ പരിസരത്തോട്ടും മിണ്ടുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വ്ലോഗ് ഫിസിക്സ് ലാബ് വെച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളങ്ങോട്ട് തുടങ്ങുമായിരുന്നു. പിന്നെ ഫ്രൈഡേ ഉച്ചയ്ക്ക് ശേഷം പിന്നെ വ്ലോഗ് എടുത്തു. അപ്പോൾ അങ്ങനെ തട്ടിക്കൂട്ടി നമ്മുടെ 3 വർഷം 3 കൊല്ലം ഏകദേശമൊക്കെ തീർന്നതല്ല. ഇപ്പോൾ നമുക്കിനി ക്ലാസ് തീർന്നു. ഇപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞിട്ടില്ല ഗൈസ്, നമുക്ക് ഇപ്പോൾ പ്രൊജക്റ്റ് വർക്കാണ്. ഇനി നമ്മൾക്ക് 2 പേർക്കും ആയിട്ട് ഇന്റർപോളി ആർട്സിൽ ഈ സാധനം ഒപ്പനയ്ക്ക് കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒപ്പനയ്ക്ക് ആള് കുറഞ്ഞിട്ട് ഇതെങ്ങാനും വരാതിരുന്നാൽ ഞാൻ നിന്റെ പരിപാടി നോക്കാം തരും. എനിക്ക് മാപ്പിളപ്പാട്ടുണ്ട് ഗൈസ്, മാപ്പിളപ്പാട്ടുണ്ട്, ഇംഗ്ലീഷ് പോയം റൈറ്റിംഗ് ഉണ്ട്. പിന്നെ എന്താ ഉള്ളത്, പിന്നെ തിരുവാതിരയ്ക്ക് പാട്ട് പാടുന്നുണ്ട്. ഞാൻ പാട്ടൊന്നും പഠിച്ചില്ല. ഒപ്പന ഉണ്ടെങ്കിൽ ഒപ്പന കൂട്ടി കേട്ടുന്നത് ഗ്രേസ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ പോളി 3 വർഷത്തെ സംഭവം. നമ്മുടെ കാര്യം, ഞങ്ങൾ രണ്ടുപേരുടെ കാര്യം. നമ്മുടെ ഇപ്പോൾ ക്ലാസ്സിൽ 60 ബോയ്സ് ഉണ്ട്, 61 ടോട്ടൽ 60 ആൾക്കാരുണ്ട്. അതിൽ 2 ഗേൾസ് നമ്മളിപ്പോൾ 58 ബോയ്സ് പ്ലസ് 2 ഗേൾസ് 60. അപ്പോൾ ഗൈസ് ദിസ് ഈസ് how we met. Yeah. Do like and subscribe. Ta-ta. Bye.